അപ്പോൾ ലാപ്ലാസിയൻ ഫിൽട്ടർ മാസ്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എഡ്ജ് ഡിറ്റക്ഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇമേജിന് ഷാർപ്പനിങ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് യൂസ് ചെയ്യുന്നത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഇതിൽ രണ്ട് ലാപ്ലാസിയൻ മാസ്കാണുള്ളത്, ഒന്ന് വിത്തൗട്ട് ഡയഗനലും ഒന്ന് വിത്ത് ഡയഗനലും. അപ്പോൾ വിത്തൗട്ട് ഡയഗനലിൻ്റെ ഒരു മെട്രിക്സ് ഫോമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നടുക്കത്താണ് നമ്മുടെ ശരിക്കുള്ള പിക്സൽ എന്ന് പറയുന്നത്, അതിന് ചുറ്റുള്ളത് ഫിക്സ്ഡ് ആയിട്ടുള്ള പിക്സലാണ്. അപ്പോൾ ഈ വിത്തൗട്ട് ഡയഗനൽ മാസ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആകെ ഇപ്പോൾ ഈ പിക്സലിൻ്റെ ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ് ഇത്രയും പിക്സൽസാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് കൂടുതലും എംഫസൈസ് ചെയ്യുന്നത് എന്താണ്, ഹോറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ എഡ്ജസിന് മാത്രമാണ് ഇത് കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് വിത്ത് ഡയഗനൽസ് ആണ്. വിത്ത് ഡയഗനൽസ് എന്ന് പറയുമ്പോൾ നടുക്കത്തെയാണ് നമ്മുടെ പിക്സൽ എന്ന് പറയുന്നത്, ബാക്കിയുള്ള എല്ലാ പിക്സലും എന്തായിരിക്കും, -1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ വെച്ചാൽ എല്ലാ നെയ്ബേഴ്സിനും ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ ആണെങ്കിൽ നമുക്ക് ആകെ 4 നെയ്ബേഴ്സിന് ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇവിടെ ആണെങ്കിൽ ഈ ചുറ്റുമുള്ള എല്ലാ ഡയറക്ഷനിലുള്ള നെയ്ബേഴ്സിനും ഇത് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നുകൂടി എന്താണ്, സ്ട്രോങ്ങർ എഡ്ജ് ഡിറ്റക്ഷനാണ്. കാരണം വെച്ചാൽ എല്ലാ ഡയറക്ഷനിലും എഡ്ജസിന് നോക്കുന്നതുകൊണ്ട് അതൊരു സ്ട്രോങ്ങർ എഡ്ജ് ഡിറ്റക്ഷനാണ്. പിന്നെ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സെൻറ്റർ പിക്സലിനെ പോസിറ്റീവ് വാല്യൂ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള സറൗണ്ടിങ് ആയിട്ടുള്ള പിക്സൽസിന് നെഗറ്റീവ് വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. 2 വാല്യൂസ് കിട്ടുമല്ലോ, രണ്ടും കൂടി എന്ത് ചെയ്യും, സം ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. അങ്ങനെയാണ് നമുക്ക് ന്യൂ പിക്സൽ വാല്യൂസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എഡ്ജസ് ഒന്നുകൂടി എൻഹാൻസ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് 0 അല്ലെങ്കിൽ ലോ വാല്യൂ ആയിട്ട് മാറും.